അഹമ്മദിന്റെ കേസ് പറഞ്ഞല്ലോ. അഹമ്മദിന്റെ കേസിൽ അയാളിലേക്ക് ഒരു സംശയം വരാൻ ഈ പെട്ടെന്ന് പൈസക്കാരനായ ഇവരെ പോലീസ് നിരീക്ഷിച്ചതാണോ, അല്ലെങ്കിൽ ഈ കവർച്ചകളിലേക്ക് അയാൾക്ക് ബന്ധമുണ്ടെന്ന് തോന്നാനുള്ള ഒരു കാരണം എങ്ങനെയാണ് വരുന്നത്? അത് ഇവനെ ഒരു ദിവസം രാത്രിയിൽ ഒരു സ്ഥലത്ത് സംശയകരമായി കാണുന്നു. പോലീസ് കാണുന്നു, നാട്ടുകാർ കാണുന്നു. നാട്ടുകാർ കണ്ടിട്ട് അതൊരു പോലീസുകാരനോട് പറഞ്ഞിട്ട് പോലീസുകാരൻ പിന്നെ സി എ വിശ്വനോട് പറയുകയും വിശ്വനാഥൻ അപ്പോൾ എവിടുത്തെ സി എ ആണ്? അപ്പോൾ അദ്ദേഹം മട്ടന്നൂർ സി എ. ചെറിയൊരു സംശയം എന്ന് വെച്ചാൽ ഇയാളാണ് ചെയ്തതെന്നൊന്നുമില്ല, ഇങ്ങനെ ഇവനെ കാണുന്നുണ്ട്. ഞാൻ പണ്ടും ഇവനെ ഇങ്ങനെ ഒരു രാത്രിയിൽ ഇങ്ങനെ കണ്ടു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവന് ഉത്തരം പറയാനൊരു വിഷമം. ഈ ഒരു ചെറിയ ഒരു ലീഡിൽ നിന്നാണ് ആ കേസിൻ്റെ ഡിറ്റക്ഷൻ വരുന്നത്. 27 കേസാണ് അന്ന് കണ്ടു. 27 കവർച്ച നടത്തിയിട്ടും പിടിക്കപ്പെട്ടില്ല. ഒരു തവണ പിടിച്ചപ്പോഴാണ് 27 കേസ് തെളിയുന്നത്. അതൊരു ഭയങ്കര സംഭവമല്ലേ 27 കേസ്. അതും പിന്നെ ചെറിയ കേസല്ല. ഒരു 50-60 പവനിൽ കുറഞ്ഞത്. ഇപ്പോഴാണ് പൈസ ഇത്ര എന്നാലും ചോക്ക്. ഒരു പവന് 1 ലക്ഷം രൂപ. 50-60 പവനൊക്കെ ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നത്. അങ്ങനെ എത്ര 27 വീടാകും, പൈസ എത്രയായി? ഇവൻ ഈ വീടിന്റെ ബാക്ക് വാതില് തകർത്ത് ഉള്ളിൽ കയറും. ആളില്ലാത്ത വീടാണ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആളുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. എവിടെയാ കൊണ്ട് ആളുണ്ടെങ്കിൽ എന്താ ചെയ്യുവൻ? ആളുണ്ടെങ്കിലും വളരെ തന്ത്രപരമായിട്ടാണ് ഇത് പൊളിക്കുകയല്ല ചെയ്യുക. വളരെ സ്ക്രൂ ഒക്കെ അഴിച്ച് പിന്നെ ആളില്ലാന്നുണ്ടെങ്കിൽ പൊളിക്കും. അങ്ങനെ അതാണ് മോഡസ്. ഇവൻ എപ്പോഴാണ് ഇങ്ങനെ ഒരു തോന്നൽ വന്നത്? ഇവൻ എപ്പോഴാന്ന് പോലും പറഞ്ഞിട്ടുണ്ടോ സംസാരത്തിനിടയിൽ? ഇവനെ ചോദ്യം ചെയ്ത അവസരത്തിൽ വിശ്വേട്ടൻ ഞാനും ചോദ്യം ചെയ്തായിരുന്നു. ഇവൻ എൻ്റെ കസ്റ്റഡി വാങ്ങിച്ചിട്ട് വളവട്ടം കേസിൽ ഇവനെ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമൊന്നുമില്ല, സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് വന്ന അവസരത്തിൽ ഇത് നല്ല മാർഗമല്ലേ എന്നങ്ങ് വിചാരിച്ചു. ആദ്യത്തെ ഓപ്പറേഷൻ ഏതാണ് പറയുന്നത്? ആദ്യത്തെ ഈ കരിവള്ളൂർ ഭാഗത്തേക്കുള്ള ഓപ്പറേഷനാണ്. ആ റൂട്ടിലാണ് ചെയ്തത്, ഹൈവേ സൈഡിൽ. അത് നമ്മുടെ ഒരു പോലീസുകാരൻ്റെ വീട്ടിൽ നിന്നും മോഷണം നടത്തിയിട്ടുണ്ട് ഈ അഹമ്മദ്. അപ്പോൾ ഇത് വേറെ ചില കള്ളന്മാരുണ്ട്, അവർ ആവശ്യത്തിന് മാത്രമേ മോഷ്ടിക്കത്തുള്ളൂ. അവന് വലിയ വലിയ കളവൊന്നും നടത്തുകയില്ല. അവർ ചെറിയ അതായത് ജീൻവാൽജീൻ്റെ കൂട്ട് അന്നത്തേക്കുള്ള അപ്പം. കാരണം ഒരു റൊട്ടി മോഷിച്ചാലുള്ള ജീൻവാൽജീന് ചെറിയ കേസുകൾ. അത് ഈ അഹമ്മദിന്റെ വീട്ടിൽ നിന്ന് സ്വർണം പിടിച്ചത് ഭിത്തിയുടെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അത് എങ്ങനെയായിരുന്നു അതിന്റെ, അതൊന്ന് പറയാൻ പറ്റും? ഭിത്തി തുറന്നിട്ട് അതിനകത്ത് തേച്ച ഭാഗത്ത് ഭിത്തി തുറന്നിട്ട് അവിടെ ഫോട്ടോ ഒക്കെ വെക്കും. അല്ലാത്ത ഭാഗത്ത് തുറന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു മറച്ചു വെക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഫോട്ടോയോ അല്ലെങ്കിൽ അങ്ങനെയാണ്. ഭിത്തിയിൽ നിന്നാണ് അധികവും സ്വർണം അവിടെ കണ്ടെത്തിയത്, റിക്കവറി നടത്തിയത്. കുടുംബ പശ്ചാത്തലം എന്തായിരുന്നു? കുടുംബം ഒരു സാധാരണ ഒരു ഫാമിലി, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. അവർക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അയ്യോ, അവർക്ക് അറിയായിരിക്കുമല്ലോ. കാരണം ഇങ്ങനെ ഭിത്തിയെല്ലാം തുറന്നു നോക്കുമ്പോൾ എന്തായാലും വീട്ടുകാർക്ക് അറിവുണ്ടാവേണ്ടതല്ലേ, ഉണ്ടാവേണ്ടതാണ്. റിയൽ എസ്റ്റേറ്റ് എന്നാണ് അറിഞ്ഞിരുന്നത്, ബിസിനസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തെളിവുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് സംഭവത്തിലും നമുക്ക് തെളിവുകൾ അവിടെ തന്നെ ക്യാമറ രൂപത്തിലും മൊബൈൽ രൂപത്തിലും ടവർ ലൊക്കേഷനും ഒക്കെ ആയിട്ട് എല്ലായിടത്തും ക്യാമറയാണല്ലോ. അന്നത്തെ കാലത്ത് നമുക്ക് ക്യാമറ വ്യാപകമല്ല. അപ്പൊ എങ്ങനെയാണ് അന്ന് ഈ തെളിവുകൾ ശേഖരിച്ചിരുന്നത്? അന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് 27 റിക്കവറി എന്ന് പറയും. അതായത് ഒരു കുറ്റകൃത്യം ചെയ്ത പിന്നെ മോഷ്ടാവോ അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്ത ആളെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അവൻ്റെ അടുത്തുനിന്ന് കിട്ടും, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ചെയ്തത്, ഇന്ന സ്ഥലത്ത് ഈ മുതൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, എന്നെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം. അതൊരു ഒറ്റയടിക്കൊരുത്തും പറയുള്ളൂ. അല്ല, അതങ്ങനെ ചോദ്യം ചെയ്ത് ചില കള്ളരൊന്നും പറയില്ല. അവർ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലീഡ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രമേ അവർ ഇങ്ങോട്ട് പറയുള്ളൂ, അല്ലെങ്കിൽ ഒന്നും മിണ്ടണ്ടിരിക്കും. അപ്പം നിന്നെ ഇന്നലെ 2-3 ദിവസം മുമ്പ് ഇന്ന സ്ഥലത്ത് കണ്ടിരുന്നല്ലോ, നീ പറഞ്ഞത് ഈ ഏരിയക്ക് വന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞത്, പക്ഷേ 2-3 ദിവസം മുമ്പ് നിന്നെ ഇന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ടല്ലോ, അതെന്താ നീ പറയാതിരുന്നേ? അതല്ല സാർ, അത് ഞാൻ വിട്ടുപോയതാ. ഇവരിങ്ങനെ നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മാത്രം മറുപടി പറയുന്നവരാണ് മഹാഭൂരിപക്ഷം ആൾക്കാരും. അന്നൊക്കെ ഒരു മാസമൊക്കെ കള്ളന്മാരെ വെച്ചാലേ എന്തെങ്കിലും പറയുക, അന്നൊക്കെ അങ്ങനെ വെക്കാൻ പറ്റും? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല, അതല്ലേ ഇല്ലീഗലാ. അതെനിക്കറിയത്തില്ല. അല്ല, നമുക്കറിയത്തില്ല. നമ്മൾ 24 മണിക്കൂർ കൂടുതൽ ഒരാളെ വെക്കാൻ പാടില്ലല്ലോ. അങ്ങനെ വെച്ചതായിട്ട് എനിക്കറിയത്തില്ല, ഉണ്ടോന്നൊന്നും അറിയത്തില്ല, നമ്മുടെ ഒന്നും അനുഭവത്തിലില്ല. വെച്ചിട്ടുണ്ടാകാം,
അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഈ അഹമ്മദിനെ പിടിച്ചത് അയാളുടെ ഈ 27 കേസും നഷ്ടപ്പെട്ട ഗോൾഡും സാധനങ്ങളൊക്കെ മുഴുവൻ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നോ പോലീസിന്? ഏതാണ്ട് അതിൻ്റെ ഒരു 90% മേലെ റിക്കവറി നടത്താൻ പറ്റി ആ കേസ്. ഇയാളെ കേസിൽ ആ കേസിൽ ഇയാൾ വേറെ ജോലിയാക്കാനൊന്നും പൈസ കളയില്ല. ഇല്ല ആഹ്ലാദത്തിൽ കൃത്യമായിട്ട് സേവ് ചെയ്തിരുന്നു. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ടായിരുന്നു അയാൾക്ക്. ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. എല്ലാം കണ്ടെടുക്കാൻ പറ്റി. അത് കുറ്റപത്രം സമർപ്പിച്ച് എത്ര കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും? അതിനകത്ത് അന്നത്തെ കാലത്ത് ഈ തെളിവുകളുടെ ഒരു സംഭവം നമുക്ക് ഈ പറഞ്ഞത് ഈ 27 റിക്കവറി മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഒരു മൊഴി തന്നു, ഞാനാണത് കൃത്യം ചെയ്തത്, ഈ മുതലുകൾ ഞാൻ ഇന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്, എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാനത് എടുത്തു തരാം എന്ന് പറയുന്ന ഒരു മൊഴിയുണ്ട്. ആ മൊഴി പ്രകാരം നമ്മൾ ഇയാളെയും സാക്ഷികളെയും കൂട്ടി സംഭവ സ്ഥലത്ത് ചെല്ലുന്നു. ചെന്നിട്ട് ഇയാൾ എടുത്തു തരുന്ന സാധനം മഹസർ പ്രകാരം ബന്ദോബസ്തിൽ എടുക്കുന്നു. അത് അഡ്മിസിബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസാണ്. എവിഡൻസ് ആക്ട് പ്രകാരം അഡ്മിസിബിൾ ആയിട്ടുള്ള എവിഡൻസാണ്. അതല്ലാണ്ട് വേറെ ഒന്നും കാണാനില്ല. പിന്നെ ചില കേസുകളിൽ മാത്രം ഈ ഓടിപ്പോകുന്ന പിടിച്ചുപറി കേസുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ബൈക്കിൽ പോകുന്ന ആൾ നടന്നു പോകുന്ന സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിക്കുന്നു, അവനെ നമ്മൾ പിന്നീട് അറസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ ഈ സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയും ഒരു തടിച്ച ആളായിരുന്നു, അല്ലെങ്കിൽ കറുത്ത ആളായിരുന്നു. ഈ തടിച്ചതും കറുത്തതും പൊക്കം കൂടിയതും മെലിഞ്ഞതുമായിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ലോകത്തുണ്ടല്ലോ. പക്ഷേ എന്നാലും ഇവൻ്റെ ഡ്രസ്സ് ഇന്നതായിരുന്നു, പിന്നെ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ നമ്മൾ പറയും ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത്. ഈ കള്ളനെ പിടിക്കുമ്പം ഇവർ പറഞ്ഞ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മാല പറിക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് പറിച്ചുകൊണ്ട് പോകുമല്ലോ, ഇങ്ങനെ നോക്കേണ്ടി വരും. അപ്പോൾ ഈ മാല പോകുമ്പോഴെന്തായാലും ഇവരുടെ ശ്രദ്ധ അങ്ങോട്ടുണ്ടാവും, ശ്രദ്ധ വരും. അപ്പോൾ അങ്ങനെ ചിലർക്കൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലാത്ത ഈ ഭവനവേദനവും അതുപോലെ തന്നെ കവർച്ചയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 27 റിക്കവറി അല്ലാണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണ് ആ കാലഘട്ടം.